Swear I won't forget this, why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up I'm breathless, anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open, I hate being This is Raji Bhaskar, fashion photographer. ഫോട്ടോ വൈഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് സ്വീകരിച്ച ഒരുപാട് പേർക്ക് പ്രചോദനമുണ്ടാക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയിലേക്ക് വളരെ ചെറുപ്പത്തിലെ വരാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ്. കാരണം എൻ്റെ ഫാദർ സ്കൂളിലൊരു ഡ്രോയിങ് മാഷായിരുന്നു, ഒപ്പം തന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഏകദേശം സ്കൂളിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി വളരെ ചെറുപ്പം മുതലേ പഠിക്കാൻ പറ്റി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലെ അവസാന കാലഘട്ടം, കളർ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ, അതിൻ്റെ റെവല്യൂഷൻ എല്ലാം കാണാനും പരിചയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഫോട്ടോഗ്രാഫിയുടെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാനും മുഹമ്മ എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും കാണിച്ച ധൈര്യമായിരിക്കാം ചിലപ്പോൾ എന്നെ സക്സസ്ഫുൾ ആക്കിയത്. ഭയങ്കര സക്സസ്ഫുൾ ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫോട്ടോഗ്രാഫി എന്ന മേഖല സജീവമായി നിൽക്കുന്ന ഒരുപാട് പേർക്ക് കൊറോണ ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ക്യാമറയുള്ള എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി. കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ എല്ലാവരും സത്യത്തിൽ ഒരു ക്രൈസിസിൽ നിന്ന് റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ നമ്മൾ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയാതെ പൊലിഞ്ഞുപോയ ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫർമാരെ എനിക്കറിയാം. അത് എക്വിപ്മെൻ്റാണ്. ഡിജിറ്റൽ എന്ന് പറയുന്ന റെവല്യൂഷൻ വന്നപ്പോൾ, കളർ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ, പണ്ട് ഞാൻ പറയുമായിരുന്നു 50% ടാലൻറ്റും 50% എക്വിപ്മെൻറ്റുമാണ്. പക്ഷേ ഫിലിം ഫോട്ടോഗ്രാഫി ചെയ്ത കാലഘട്ടത്തിൽ 80% ടാലൻ്റ് ഉള്ള ഒരു ഫോട്ടോഗ്രാഫറും 20% എക്വിപ്മെൻറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡീസൻറ്റ് എക്വിപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ നല്ല പടങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് ആരുടെയും കുറ്റമല്ല. അതുകൊണ്ട് തന്നെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ക്യാമറ മാറുമ്പോൾ നമ്മളും മാറിയില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. സ്വാഭാവികമായിട്ടും ക്യാമറയുടെ വില കൂടി, അപ്പോൾ നമ്മളുടെ ചാർജ് കൂടി. ഒപ്പം തന്നെ IT മേഖലകളിൽ നിന്നും പല പല മേഖലകളിൽ നിന്നും ഫോട്ടോഗ്രാഫിയിലേക്ക് ആൾക്കാർ വന്നു. അത് ഒരുപാട് ഫോട്ടോഗ്രാഫർമാരെ ക്രൈസിസിലെത്തിച്ചു. ആൾ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എങ്ങനെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുഖ്യമായ ഘടകം. അതിന് നമുക്കിപ്പോൾ മാതാപിതാ ഗൂഗിൾ ദൈവം എന്ന് പറയുന്ന വലിയൊരു മീഡിയ ഉണ്ട്. പക്ഷെ അത് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോ വൈഡ് പോലുള്ള മാഗസിനുകൾ, നല്ല അറിവ് തരുന്ന മാഗസിനുകൾ റെഫർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രാക്ടീസ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ ഒരു കവിത ഓർമ്മ വരികയാണ്. വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്നാണ്. വായനയുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പുതിയ തലമുറയ്ക്ക് സത്യത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന വലിയൊരു മീഡിയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൽ നമ്മൾ വായിക്കണം. അപ്പോൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് വരുന്നത്. ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫറുടെ ഒരു പേഴ്സണാലിറ്റി നന്നാക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈയിടെ കാണുന്ന ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഷൂട്ട്സൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് ഒരു കലാകാരൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുമെങ്കിലും നമ്മളിപ്പോഴും ജീവിക്കുന്നത് കേരളം എന്ന് പറയുന്ന വലിയൊരു സംസ്കാരമുള്ള കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ സംസ്കാരമുള്ള സംസ്ഥാനത്താണ്. അപ്പോൾ ഈ കേരളത്തിലെ സംസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ഫോറിൻ കൾച്ചർ എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോറിൻ ഫോട്ടോഗ്രാഫേഴ്സ് കാണിക്കുന്നതിനേക്കാളും കൂടുതൽ മോശമായിട്ട് ഇവിടെ ചില ഫോട്ടോഗ്രാഫേഴ്സ് കാണിച്ച് ഫോട്ടോഗ്രാഫി എന്ന കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ചീത്തയാക്കുന്ന പല ഏർപ്പാടുകളും പല ചാനലുകളിലും നമ്മൾ ചർച്ചയ്ക്ക് പോയിട്ടുള്ളതാണ്. അതിന് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്ന സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ
ചെയ്യാൻ കഴിവുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ഷുഡ് ബി വെരി ഗുഡ് ഇൻ ലൈഫ്. കാരണം ഞാൻ എന്നും പറയുന്നത്, നല്ല ഫോട്ടോഗ്രാഫർ ആവാനുള്ള ഒരു ക്വാളിറ്റി ചിന്തിക്കുകയും ആ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ലോകത്ത് ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ നല്ലൊരു മനുഷ്യനാവണം. നമ്മളുടെ ചിന്തകളെ റിഫൈൻ ചെയ്യണം. വാട്ട് യു തിങ്ക് ദാറ്റ് യു ആർ എന്നാണ്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. നല്ല ഫോട്ടോഗ്രാഫറുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫി മേഖലയെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നവർ എല്ലാവരും പാലിക്കേണ്ട കുറേ മര്യാദകൾ. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ചെരുപ്പിടാതെ കയറുക, നല്ല മാന്യമായ വസ്ത്രധാരണം, ഇതൊക്കെ നമ്മൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അതെല്ലാം നമ്മൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ജീവിക്കുന്നത് ലണ്ടനിലോ അമേരിക്കയിലോ ഒന്നും അല്ല, കേരളത്തിലാണെന്നുള്ള ചെറിയൊരു ബോധം എപ്പോഴും ഉണ്ടാവുന്നത് സത്യത്തിൽ നല്ലത് തന്നെയാണ്. ഒപ്പം തന്നെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം എന്നും നമ്മളുടെ ആളിക്കെത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് പറയാറുണ്ട്, ഇടിച്ചിടിച്ച് നിന്നാൽ പിടിച്ച് കയറാം. കാര്യം നമ്മളെ പ്രൊമോട്ട് ചെയ്യാനും നമ്മളെ കുറിച്ച് പറയാനെല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് വളരെ അതിപ്രസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ പ്രാധാന്യമില്ലെന്നുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ്. സോഷ്യൽ മീഡിയ എത്രമാത്രം ജീവിതത്തിൽ ഭാഗമായി എന്നുള്ളത് കൊറോണ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിത്രങ്ങൾ ഇടുക എന്നതാണ്. അതിന് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് അത് അയാളുടെ ചിത്രങ്ങൾ തന്നെയാണ്. എ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്നാണ്. അപ്പോൾ എൻ്റെ ചിത്രങ്ങളിലൂടെയുള്ള യാത്രയാവാം നിങ്ങൾ എന്നെ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഗ്രാഫർ അവരുടെ ഓരോ ചിത്രവും വളരെ ശ്രദ്ധിച്ചെടുക്കണമെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഇപ്പോൾ ഈയിടെ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി കാണിച്ച് കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ഫോട്ടോഗ്രാഫി എന്ന കമ്മ്യൂണിറ്റീനെ തന്നെയാണ് ആൾക്കാർ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാലും ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫിയിലോ അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഫോട്ടോഗ്രാഫിയിലോ ഒരു കലാകാരൻ അതിൻ്റെ പ്രിവിലേജ് ഉണ്ട്. പക്ഷേ വെഡിങ് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് അത് ഇന്നും ഒരു വളരെ നല്ല ഒരു രണ്ട് കുടുംബങ്ങളുടെ ചേർച്ചയാണ്. അല്ലെങ്കിൽ കുടുംബങ്ങളും സമൂഹവും എല്ലാം കൂടിച്ചേരുന്ന ഒരു കാര്യമാണ് വെഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ. അതിലെ സേവ് ദ ഡേറ്റുകളും അതിലെ കപ്പിൾ ഷൂട്ടുകളെ കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോൾ അത് കുറച്ച് മാന്യത കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ മാന്യതയ്ക്ക് അതിർ വരുമ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. അതെല്ലാവരുടെ ചിന്താഗതി അനുസരിച്ചായിരിക്കും. പക്ഷേ അത് മൊത്തത്തിലൊരു ഫോട്ടോഗ്രാഫി കമ്മ്യൂണിറ്റിയെ ബാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെ നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഫോട്ടോഗ്രാഫി ഞാൻ പറഞ്ഞതുപോലെ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ എൻ്റെ കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം.